സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, മാർക്കറ്റ് ഗുരൂസ് എന്നൊക്കെ പറയില്ലേ, വാറൻ ബഫറ്റ്, ചാർലി മങ്കർ, പീറ്റർ ലിഞ്ച്, നമ്മുടെ രാകേഷ് ടുൻടുൻവാല, നിരവധി ഗുരൂസ് ഉണ്ട്. അവരുടെയൊക്കെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു കാര്യം, ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ അവർ കോൺട്രാറിയൻ ഇൻവെസ്റ്റേഴ്സാണ്. ഒരു ഒഴുക്കിന് എതിരെ നീന്തുന്നതാണ്. ഒഴുക്കിന് അനുസരിച്ച് ഒഴുക്കിന് ആ ഒരു ദിശയിൽ, ഒഴുക്കിൻ്റെ ദിശയിൽ നീങ്ങുന്ന ആൾക്കാരല്ല, കോൺട്രാറിയൻ ഇൻവെസ്റ്റേഴ്സാണ്. കാരണം മാർക്കറ്റിലൊരു പാനിക് ഉണ്ടാവുന്ന സമയത്ത്, തകർച്ച ഉണ്ടാവുമ്പോൾ ഓഹരികളുടെ വിലകൾ വളരെയധികം കുറവായിരിക്കും. ആ കുറവുള്ള സമയത്ത് 2000-ലും 2008-ലും 2020-ലും ഒക്കെ തന്നെ മാർക്കറ്റിൽ തകർച്ച ഉണ്ടായപ്പോൾ സ്റ്റോക്സ് വർ അവൈലബിൾ അറ്റ് വെരി ലോ റേറ്റ്സ്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന സമയത്ത് നമുക്ക് അപ്രീസിയേഷന് ഹൈ പോസിബിലിറ്റീസാണ്. പക്ഷെ അങ്ങനെ തകർച്ച ഉണ്ടാകുന്ന സമയത്ത് വാങ്ങിക്കാൻ ധൈര്യം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ കോവിഡ് സമയത്ത് തകർന്ന് നിഫ്റ്റി 7511 ആയ സമയത്ത് വാങ്ങിക്കാൻ നല്ല അസാമാന്യ ധൈര്യം വേണം. പക്ഷെ അങ്ങനെ ധൈര്യത്തിൽ വാങ്ങിച്ച ആളുകൾക്കാണ് വലിയ റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്